भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ അഷ്ടപഞ്ചാശത്തമോധ്യായ. ശ്രീശുക ഉവാച. ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ യുധാനാദിഭിർവൃത. ദൃഷ്ട്വാ തമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തസ്ഥുർയുഗവദ്വീര പ്രാണാമുഖ്യമിവാഗതം. പരിഷ്വജ്യാച്യുതം വീര അംഗസംഗഹതൈനസ സാനുരാഗസ്മിതം വക്രം വീക്ഷ്യ തസ്യ മുദം യയു. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഭാൽഗുനം പരിരഭ്യാധ യമാഭ്യാം ചാഭിവന്ദിത. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത. നവോഢാ വ്രീഡിത കിഞ്ചിൽ ഛനൈരേത്യാഭ്യവന്ദത. തഥൈവ സാത്യകി പാർത്ഥൈ പൂജിതിശ്ചാഭിവന്ദിത. നിഷസാദാസനേന്യേ ച പൂജിതാ പര്യുപാസത. പൃഥാം സമാഗത്യ കൃതാഭിവന്ദനസ്തയാദിഹാർദ്രാർദ്രദൃശാഭിരംഭിത. ആപൃഷ്ടവാംസ്താം കുശലം സഹസ്നുഷാം പിതൃഷ്വസാരം പരിപൃഷ്ടബാന്ധവ. തമാഹ പ്രേമവൈക്ലബ്യരുദ്ധകണ്ഠാശ്രുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. തദൈവ കുശലം നോ ഭൂൽ സനാഥാസ്തേ കൃതാവയം. ജ്ഞാതിൻ ന സ്മരതാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ. നസ്തേസ്തി സ്വപരഭ്രാന്തിർവിശ്വസ്യ സുഹൃദാത്മന. തഥാപി സ്മരതാം ശശ്വൽ ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിത. യുധിഷ്ഠിര ഉവാച. കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര. യോഗേശ്വരാണാം ദുർദർശോ യെന്നോ ദൃഷ്ടകുമേധസാം. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സോഭ്യർത്ഥിത സുഖം. ജനയൻ നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ. ഏകദാ രഥമാരുഹ്യ വിജയോ വാനരധ്വജം. ഗാണ്ഡീവം ധനുരാദായ തുണൗ ചാക്ഷയസായകൗ. സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം. ബഹുവ്യാളമൃഗാകീർണം പ്രാവിശൽ പരവീരഃ. തത്രാവിധ്യക്ഷരൈർവ്യാഘ്രാൻ
സൂകരാൻ മഹിഷാൻ രുരുൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാച്ഛശല്ലകാൻ താൻ നിന്നു ശക്കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃട്പരീത പരിശ്രാന്തോ ബീഭത്സുർയമുനാമഗാൽ തത്രോപസ്പൃശ്യ വിശദം പീത്വാ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം താമാസാദ്യവരാരോഹാം സിദ്ധിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിത സഖ്യാ ഭാൽഗുന പ്രമദോത്തമാം കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തിം സർവം കഥയ ശോഭനെ കാളിന്ത്യുവാച അഹം ദേവസ്യ സവിതുർദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപപരമമാസ്ഥിത നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയ കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുതദർശനം തഥാവൽ ഗുഡാകേശോ വാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമൽ യദൈവ കൃഷ്ണസന്ദിഷ്ട പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവാംസ്തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഘാണ്ഡവം ദാതുമർജുനസ്യാസ സാരഥി സോഗ്നിസ്തുഷ്ടോ ധനുരദാധയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായാക്ഷയൗ തൂണൗ വർമ്മ ചാഭേദ്യമസ്ത്രിഭിः മയശ്ച മോചിതോ വഹ്നേ സഭാം സഖ്യ ഉപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസീൽ ജലസ്ഥല ദൃശിഭ്രമ സതേന സമനുജ്ഞാത സുഹൃദ്ഭിശ്ചാനുമോദിത ആയയൗ ദ്വാരകാം ഭൂയ സാത്യകി പ്രമുഖൈർവൃത അധോപയേമേ കാളിന്ദീം സുപുണ്യർത്രക്ഷ ഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം വിന്ദാനുവിന്ദാവാവന്ദ്യൗ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനിം കൃഷ്ണേ സക്താം ന്യഷേധതാം രാജാധിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃഷ്വസു പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം നഗ്നജിത് നാമ കൗസല്യ ആസീൽ രാജാതിധാർമ്മിക തസ്യ സത്യാഭവൽ കന്യാ ദേവീ നാഗ്നജിതീ നൃപ നപ്താം ശേകുർനൃപാവോഢുമജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജില്ലഭ്യാം ഭഗവാൻ സാത്വതാം പതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃത സ കോസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭിः അർഹണേനാപി ഗുരുണാ പൂജയൻ പ്രതിനന്ദിത വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോമല കരോതു സത്യാ യദി മേ ധൃതോ വ്രതൈ യൽപാദപങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹ ലോകപാലൈ ലീലാതനു സകൃതസേതു പരീപ്സയേഷ കാലേ ദധൽ സ ഭഗവാൻ മമ കേന തുഷ്യേൽ അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപതേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപക ശ്രീശുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ട കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം കുരു നന്ദന ശ്രീഭഗവാനുവാച നരേന്ദ്ര യാജ്ഞാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർനിജധർമ്മവർത്തിന തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയാം നഹി ശുൽക്കദാ വയം രാജോവാച
കോന്യസ്തേഭ്യധികോ നാഥ കന്യാവര ഇഹേപ്സിത ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസത്യനപായിനി കിന്ത്വസ്മാഭികൃതപൂർവം സമയ സാത്വതർഷഭ പുംസാം വീര്യപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ സപ്തൈതേ ഗോവൃഷാ വീര ദുർദാന്താദുരവിഗ്രഹ ഏതൈർഭഗ്നാസു ബഹവോ ഭിന്നഗാത്ര നൃപാത്മജ യദി മേ നിഗൃഹീതാ സ്യുസ്ത്വയ്യൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയപ്പതേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ ന ഗൃഹ്ണാൻ ലീലയൈവ താൻ ബദ്ധ്വാ താൻ ദാമഭിശൗരിർ ഭഗ്നദർപ്പാൻ ഹതൗജസാ വ്യകർഷല്ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ തതപ്രീതസ്സുതാം രാജാ ദദൗ കൃഷ്ണായ വിസ്മിതാ താം പ്രത്യഗൃഹാൽ ഭഗവാൻ വിധിവൽ സദൃശീം പ്രഭു രാജപത്ന്യശ്ച ദുഹിതു കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവ ശംഖഭേര്യാനകാനേതുർ ഗീതവാദ്യദ്വിജാശിഷാ നരാ നാര്യപ്രമുദിതാ സുവാസസ്രഗ്വലംകൃത ദശധേനുസഹസ്രാണി പാരിബർഹമദാദ്വിഭൂ യുവതീനാം ത്രിസാഹസ്രം നിഷ്കഗ്രീവസുവാസസാം നവനാഗസഹസ്രാണി നാഗാക്ഷതഗുണാൻ രഥാൻ രഥാക്ഷതഗുണാനശ്വാൻ അശ്വാക്ഷതഗുണാൻ നരാൻ ദമ്പതി രഥമാരോപ്യ മഹത്യാസേനയാ വ്രതൗ സ്നേഹപ്രക്ലിന്നഹൃദയോ യാപയാമാസ കോസല ശ്രുത്വൈതൽരുരുധുർഭൂപ നയന്തം പഥി കന്യകാം ഭഗ്നവീര്യ സുദുർമർഷ യദുഭിർഗോ വൃഷൈ പുരാ താനസ്യത ശരവ്രാതാൻ ബന്ധുപ്രിയകൃതാർജുന ഗാണ്ഡീവീ കാലയാമാസ സിംഹക്ഷുദ്രമൃഗാനിവ പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദൂനാമൃഷഭോ ഭഗവാൻ ദേവകീസുത ശ്രുതകീർത്തെ സുതാം ഭദ്രാം ഉപയേമേ പിതൃഷ്വസു കൈകേയും ഭ്രാതൃഭിർദത്താം കൃഷ്ണ സന്ദർദനാദിഭി സുതാം ച മദ്രാധിപതിർ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരൈക സസുവർണ സുധാമിവ അന്യാംശ്ചൈവം വിധാ ഭാര്യ കൃഷ്ണസ്യാസീൻ സഹസ്രശാ ഭൗമം ഹത്വാ തന്നിരോധാദാഹൃതാശ്ചാരുദർശന ശ്രീഹരേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാന്റെ അന്യാദൃശമായ അനുഗ്രഹവർഷം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 632 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 58 അധ്യായം അതാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. 58 അധ്യായത്തിൽ 58 ശ്ലോകങ്ങൾ. ഇതിൽ ഭഗവാൻ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നീ 5 കന്യകമാരെ വിവാഹം ചെയ്തതായിട്ടുള്ള രംഗം വർണ്ണിക്കുകയാണ്. 3 വിവാഹങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. രുക്മിണീ സ്വയംവരം വളരെ വിശദമായി കേട്ടു.
ശമന്തകരവുമായി ബന്ധപ്പെട്ട മറ്റ് 2 വിവാഹങ്ങൾ, ജാമ്പവതിയെയും സത്യഭാമയെയും ഭഗവാൻ വിവാഹം ചെയ്തു. ശ്രീ ശുബ്രഹ്മർഷി പറയുന്നു, ഏകദാ പാണ്ഡവാൻ ദ്രഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥം ഗതശ്രീമാൻ യുയുധാനാദിഭിർവൃത. ഒരിക്കൽ ഏകദ ശ്രീമാൻ പുരുഷോത്തമ, ശ്രീമാനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ, ആ പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാൻ, പ്രതീതാൻ പാണ്ഡവാൻ, പുനർലഭിക്കപ്പെട്ട പാണ്ഡവന്മാരെ കാണാൻ. അരക്കില്ലത്തിൽ ദഹിച്ചുപോയി എന്ന് എല്ലാവരും വിചാരിച്ചപ്പോൾ ഭഗവാനും അതിനൊപ്പം നിന്നു. വിജ്ഞാതാർത്ഥോപി, എല്ലാം അറിയുന്നവനാണ് ഭഗവാനെങ്കിലും. എന്നിട്ട് ആ പാണ്ഡവന്മാര് തിരിച്ചെത്തി എന്ന് മനസ്സിലാക്കി ദ്രഷ്ടും, അവരെ കാണാൻ യുയുധാനാദിഭി, യുയുധാനൻ തുടങ്ങിയവരാൽ വ്രത, ആവൃതനായി, ചുറ്റപ്പെട്ടവനായി, ഇന്ദ്രപ്രസ്ഥം ഗത, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി എന്നും പറയുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. അരക്കില്ലം ദഹിച്ചവരൊക്കെ ഇല്ലാതെയായി എന്ന് വിചാരിച്ചു എല്ലാവരും. പാഞ്ചാലി സ്വയംവരത്തിന്റെ അവസാനത്തിൽ പാണ്ഡവന്മാര് മരിച്ചതിൽ നിന്ന് പുനർജന്മം കിട്ടിയതുപോലെ വന്നപ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ സമയത്താണ് ശ്രീകൃഷ്ണനും അവരെ കാണാൻ പോയത്. പാണ്ഡവ പക്ഷപാതിയായ സാത്യകി തുടങ്ങിയ അകമ്പടിക്കാര് ഒരുമിച്ചുണ്ടായിരുന്നു, യുധാനൻ, സാത്യകി. ദൃഷ്ട്വാതമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം, ആഗതം അഖിലേശ്വരം മുകുന്ദം, വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും ഈശ്വരനും മുക്തിപ്രദൻ, മുക്തി നൽകുന്നവനാണ് മുകുന്ദൻ. മുക്തിം ദദാതി ഇതി മുകുന്ദ തം, ആ ഭഗവാനെ കണ്ടിട്ട്, ദൃഷ്ട കണ്ടിട്ട്, വീരാ പാർത്ഥ, വീരന്മാര്, ശൂരന്മാരായ പാർത്ഥന്മാര് അല്ലെങ്കിൽ കുന്തിപുത്രന്മാര്, പാണ്ഡവന്മാര്, ആഗതം മുഖ്യം പ്രാണം, വന്നിരിക്കുന്ന ആ മുഖ്യപ്രാണനെ കണ്ടിട്ട്, പ്രാണ ഇവ, ഇന്ദ്രിയങ്ങൾ എന്നതുപോലെ, യുഗപത് ഉത്തസ്ഥു, എഴുന്നേറ്റു എന്നാണ്. ഭഗവാനെ കണ്ടപ്പോ പാണ്ഡവന്മാരെല്ലാവരും ഒരേ സമയത്ത് എഴുന്നേറ്റു. ശ്രീകൃഷ്ണ ദർശനം പാണ്ഡവന്മാർക്കുള്ള എല്ലാ തളർച്ചകളെയും നീക്കി അവരെ കൂടുതൽ ഉത്സാഹശീലരാക്കി മാറ്റി എന്നാണ്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ പ്രാണൻ വേണം. ഇവിടെ പഞ്ചപ്രാണനെ പോലെ പഞ്ചപാണ്ഡവന്മാര്, അതിൽ ആ പഞ്ചവൃത്തിയെ നടത്തുന്ന മുഖ്യപ്രാണൻ അത് ഭഗവാൻ. ആ മുഖ്യപ്രാണൻ മോഹാലസ്യത്തെ മാറ്റി അതത് ഇന്ദ്രിയ വ്യാപാരങ്ങൾ നടത്തിക്കുന്നു. ഭഗവാനും അങ്ങനെ തന്നെയാണ്. അവരെ നഷ്ടപ്രായരായിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഒരേ സമയത്തിൽ ഉണരുന്നത് പോലെ അവരെല്ലാവരും ഭഗവാനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. പരിഷ്വജ്യാച്യുതം വീര അംഗസംഗഹതൈനസാ സാനുരാഗസ്മിതം വക്രം വീക്ഷ്യ തസ്യ മുദം യയു. വീര അച്യുതം പരിഷ്വജ്യ, വീരന്മാര്, ആ പാണ്ഡവന്മാര് ശ്രീകൃഷ്ണനെ, അച്യുതനെ ആലിംഗനം ചെയ്തിട്ട്, അംഗസംഗഹതൈനസ, ആ ശരീരത്തോടുള്ള ചേർച്ച കൊണ്ട് ഭഗവാനെ സ്പർശിച്ചപ്പോ എല്ലാ തരത്തിലുള്ള പാപങ്ങളും, അംഗസംഗ ഹതൈനസ, എല്ലാ പാപങ്ങളും നശിച്ച, സാനുരാഗസ്മിതം, അനുരാഗത്തോടുകൂടിയ മന്ദഹാസം, തസ്യവക്രം, ആ ഭഗവാന്റെ മുഖത്തെ കണ്ടിട്ട്, മുദം യയു, വലിയ സന്തോഷമായി. ഭഗവാനെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അവരുടെ എല്ലാ പാപങ്ങളും തീർന്നു, സന്താപങ്ങൾ തീർന്നു. അങ്ങനെ ആ ഭഗവാന്റെ മുഖം കണ്ടപ്പോഴോ കൂടുതൽ അവർക്ക് ആനന്ദമായി. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം. ധർമ്മപുത്രരും ഭീമനും അവർ രണ്ടുപേരും ഭഗവാനേക്കാൾ മൂത്ത ആളുകളാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പാദാഭിവന്ദനം കൃത്വ ചെയ്തിട്ട്, ഫാൽഗുനം പരിരഭ്യ, തന്റെ ഒപ്പാണ്, സമപ്രായക്കാരനാണ് അർജുനൻ, അർജുനനെ കെട്ടിപ്പിടിച്ചു. പിന്നെ അഥാ യമാഭ്യാം, അതിനുശേഷം രണ്ടുപേര്, നകുല സഹദേവന്മാര് ഭഗവാനെ അഭിവന്ദിതഹാച, ഭഗവാനെ അങ്ങട് കാക്കൽ വീണ് നമസ്കരിച്ചു. യഥാ, ഓരോരുത്തർക്കും എന്താണോ യോഗ്യമായിരിക്കുന്നത് ആ രീതിയിൽ ഭഗവാൻ അവരുമായി പെരുമാറിയെന്ന. ധർമ്മപുത്രേട്ടൻ, ഭീമേട്ടൻ അവരെ അങ്ങോട്ട് നമസ്കരിച്ചു. അർജുനനെ കെട്ടിപ്പിടിച്ചു. നകുല സഹദേവന്മാരെ ഇങ്ങോട്ട് നമസ്കരിച്ചു. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത,
നവോഢ വ്രീഡിതാ കിഞ്ചിൽ ശനൈരേത്യാഭ്യവന്ദത. നവോഢ അനിന്ദിത, ഒട്ടും നിന്ദിക്കപ്പെടാത്ത ഗുണങ്ങളോടുകൂടിയ നവോഢ, ആ നവവധു ആയിരിക്കുന്ന കൃഷ്ണ പാഞ്ചാലി, കിഞ്ചിൽ വ്രീഡിത, കുറച്ചൊരു നാണം, അങ്ങനെ ഉണ്ടാവുമല്ലോ. നവവധു ആവുമ്പോ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പാണ്ഡവന്മാരുടെ കൂടെ ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ കുറച്ചൊരു നാണത്തോടുകൂടി ശനൈ ഏത്യ, മെല്ലെ മെല്ലെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പരമാസനേ ആസീനം, ഏറ്റവും ശ്രേഷ്ഠമായ സിംഹാസനത്തിലിരിക്കുന്ന കൃഷ്ണം അഭ്യവന്ദത, ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. 5 ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവള് ഒരിക്കലും ഈ ഏറ്റവും പതിവ്രത എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ സംശയം ഉണ്ടാവും ആളുകൾക്ക്. പക്ഷേ അത് വെറുതെയാണ്. അനിന്ദിത പതിവ്രത എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോ ശ്രീകൃഷ്ണൻ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ നിശ്ചയിച്ച സിംഹാസനം അത് വളരെ ശ്രേഷ്ഠം, പരമാസനം എന്നാണ്. അങ്ങനെ ആ സിംഹാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു പാഞ്ചാലി. തഥൈവ സാത്യകി പാർത്ഥൈ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനേന്യേച പൂജിത പര്യുപാസത. തഥായവ, അതേപോലെ തന്നെ സാത്വികി പാർത്ഥന്മാരാൽ പൂജിക്കപ്പെട്ടു, സാത്വികയും പൂജിച്ചു. അഭിവന്ദിക്കപ്പെട്ടവനായി പീഠത്തിൽ ഇരുന്ന് മറ്റ് ആളുകളും അന്യേച, മറ്റുള്ളവരും ഇതേപോലെ പൂജ സ്വീകരിച്ചു എന്ന് പറയുന്നു. ശ്രീകൃഷ്ണനെ പൂജിച്ചതുപോലെ തന്നെ ശ്രീകൃഷ്ണനോടൊപ്പമുള്ള ആളുകളെയും പാണ്ഡവന്മാർ വേണ്ട പോലെ പൂജിച്ചു. അവരൊക്കെ ശ്രീകൃഷ്ണന്റെ ചുറ്റുമായിട്ട് നിൽക്കുന്നു. പ്രധാം, അപ്പോഴാണ് കുന്തിദേവി വരുന്നത്. സമാഗത്യ കൃതാഭിവാദനസ്തയാദിഹാർദ്രാർദ്രദശാഭിരംഭിത ആപൃഷ്ടവാസ്താം കുശലം സഹസ്നുഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവ. പ്രധാം സമാഗത്യ, കുന്തിയുടെ അടുത്തേക്ക് എത്തിയിട്ട് കൃതാഭിവാദനം, അഭിവാദനമൊക്കെ ചെയ്ത് അതിഹാർദ്രാർദ്രദൃശ, വളരെ സ്നേഹം കൊണ്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ തയാ, ആ അവളാൽ, ആ കുന്തിദേവിയാൽ അഭിരംഭിത, ആലിംഗനം ചെയ്യപ്പെട്ടവനും പരിപൃഷ്ടബാന്ധവ, ആ ചോദിക്കപ്പെട്ട ബന്ധുക്കളോടുകൂടി, ബന്ധുക്കളുടെ വിശേഷങ്ങളൊക്കെ കുന്തി ചോദിക്കുന്നു. സഹസ്നുഷാം, പുത്രഭാര്യയോടുകൂടിയ താം പിതൃശ്വസാരം, തന്റെ അച്ഛന്റെ പെങ്ങളോട്, പിതൃഭഗിനിയോട് കുശലം ആപൃഷ്ടവാൻ, ഭഗവാൻ ഓരോ കുശലങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുന്നു. കുന്തിയെ നമസ്കരിച്ചു. കൃഷ്ണനെ കണ്ടപ്പോഴേക്കും കുന്തിയുടെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു, കെട്ടിപ്പിടിച്ചു. കൃഷ്ണ 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 എന്നിങ്ങനെ പറഞ്ഞു. വസുദേവരെ കുറിച്ചും ദേവകിയെ കുറിച്ചും മറ്റു ബന്ധുക്കളെ കുറിച്ചൊക്കെ ചോദിച്ചു. പാഞ്ചാലി കുന്തിയുടെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു പതിവ്, അല്ലേ? അപ്പോൾ തൻ്റെ ഭർത്താക്കന്മാരുടെ അമ്മയായിരിക്കുന്ന കുന്തിയുടെ അടുത്ത് ചേർന്ന് കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്നു. കൃഷ്ണൻ കുന്തിദേവിയോട് കുശല പ്രശ്നങ്ങളൊക്കെ പറയുന്നു. തമാഹ പ്രേമ വൈക്ലഭ്യരുദ്ധ കണ്ഠ അശ്രുലോചന സ്മരന്തീതാൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം. പ്രേമ വൈക്ലഭ്യരുദ്ധ കണ്ഠ, പ്രേമം കൊണ്ടുള്ള പാരവശ്യം, നിഷ്കാമമായ സ്നേഹം, പ്രേമം. അങ്ങനെയുള്ള തൊണ്ടയിടറി കണ്ഠം തടസ്സപ്പെട്ട് അശ്രുലോചന, കണ്ണുകൾ നിറഞ്ഞ് ബഹൂൻ താൻ ക്ലേശാൻ, അനേകങ്ങളായ ആ ദുഃഖങ്ങളെ ഓർത്ത് കുന്തി ക്ലേശാപായാത്മദർശനം, ആ ദുഃഖ നാശത്തിനു വേണ്ടി എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവാൻ ആ ആത്മാവിനെ ദർശിപ്പിക്കുന്ന സാക്ഷാൽ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഭഗവാനോട് പറയുകയാണ്, തദൈവ കുശലം നോ ഭൂൽ സനാഥാസ്തേ കൃതാവയം ജ്ഞാതീൻ ന സ്മരതാ കൃഷ്ണ ഭ്രാതാമേ പ്രേഷിതസ്ത്വയാ. കൃഷ്ണ ജ്ഞാതീൻ ന സ്മരത, ബന്ധുക്കളായ ഞങ്ങളെ ഓർക്കുന്ന നിന്നാൽ എൻ്റെ ഭ്രാതാവ് പ്രേഷിത, എൻ്റെ സഹോദരൻ അയക്കപ്പെട്ടു. തദായവ, അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സൗഖ്യമഭൂ, സുഖായി. അക്രൂരം വന്നതോടുകൂടി തന്നെ ഞങ്ങൾക്ക് സുഖായി. ഞങ്ങൾ നിന്നാൽ സനാഥന്മാരായി. ഞങ്ങൾ അനാഥന്മാരായിരുന്നു, പക്ഷേ അങ്ങനെയല്ല. അക്രൂരനെ എപ്പോഴാണോ അയച്ചത് അപ്പൊ തന്നെ ഞങ്ങൾക്ക് സൗഖ്യമായി, ഞങ്ങൾ സനാഥരായി.
നതേസ്തി സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃദാത്മനാ തഥാപി സ്മരതാം ശശ്വൽ ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതാം. വിശ്വസ്യ സുഹൃദാത്മന, ലോകത്തിന്റെ സുഹൃത്തും ആത്മാവുമായിരിക്കുന്ന നിനക്ക് സ്വപരഭ്രാന്തി, എന്റേത് മറ്റൊരാളുടെ എന്ന ഭ്രമം മോഹം നാസ്തി, ഒട്ടുമില്ല. എങ്കിലും സ്മരതാം ഹൃദി, സ്മരിക്കുന്നവരുടെ മനസ്സിൽ ശശ്വത് സ്ഥിതഃ സൻ, എപ്പോഴും സ്ഥിരമായി നിന്ന് അവരുടെ ക്ലേശാൻ ഹംസി, ആ ക്ലേശങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നു. എല്ലാവരുടെയും സുഹൃത്തും ആത്മാവുമാണ് അവിടുന്ന് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ്. എൻ്റെ ആള് അപരൻ എന്നുള്ള ചിന്ത അങ്ങക്കില്ല. എങ്കിലും അവിടുത്തെ ആശ്രയിക്കുന്നവരുടെ ഹൃദയത്തിൽ അവിടുന്ന് എന്നും മിന്നത്തിളങ്ങുന്നുണ്ടല്ലോ എന്ന് അവിടെ കുന്തിദേവി പറയുന്നു. പിന്നീട് കൃഷ്ണന്റെ അടുത്ത് ധർമ്മപുത്രർ പറഞ്ഞു, കിംന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ എന്നോ ദൃഷ്ട കുമേധസ. ഹേ സർവേശ്വര, എന്ന് പറഞ്ഞാൽ ഞങ്ങളാൽ കിം ശ്രേയ, എന്തൊരു ശ്രേയസ് ഉണ്ടോ, അഹം ന വേദ, അത് ഞങ്ങൾ ആചരിച്ചുവോ, ഞങ്ങൾക്ക് അറിയില്ല അതൊന്നും. കാരണം യോഗേശ്വരാണാം ദുർദർശ, യോഗേശ്വരന്മാർക്ക് കൂടി കാണാൻ സാധിക്കാത്ത അവിടുത്തെ ബുദ്ധിയില്ലാത്ത കുമേധസാം ന ദൃഷ്ട, ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ആ വലിയ ഭാഗ്യത്തെ, ഞങ്ങൾ എന്ത് പുണ്യമാണ് ആചരിച്ചതെന്ന് അറിയണില്ല. നോക്കൂ, മഹായോഗികൾക്ക് പോലും കാണാൻ ബുദ്ധിമുട്ടുള്ള അവിടുത്തെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അത് ഞങ്ങളുടെ നൈപുണ്യമല്ല, അവിടുത്തെ കാരുണ്യം ഒന്ന് മാത്രമാണ്. അവിടുത്തെ ദീനന്മാരോടുള്ള വാത്സല്യം കൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് അവിടുത്തെ പാദങ്ങളിൽ ഭക്തി ഉണ്ടായത് കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് ഭക്തി ഉണ്ടോന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോ അവിടുത്തെ കാരുണ്യം മാത്രം. ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ. ഇങ്ങനെ രാജാവിനാൽ അഭ്യർത്ഥിക്കപ്പെട്ട സാ വിഭു, ആ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥൗകസാം, ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് നയനാനന്ദം, ആ നേത്രങ്ങൾക്ക് വലിയ ആനന്ദത്തെ നൽകിക്കൊണ്ട് ജനയൻ, ജനിപ്പിക്കുന്നതിനായിട്ട് സുഖമായി വാർഷികാൻ മാസാൻ, വർഷമുള്ള മാസങ്ങളിൽ അവിടെ താമസിച്ചു എന്ന് പറയുന്നു. മഴക്കാലത്തെ 4 മാസം അവിടെ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവന്മാരോടുകൂടി കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ ഈ അക്ഷരപൂജ സമർപ്പിക്കുകയാണ്. നാളെ ഭഗവാൻ കാളിന്തിയെ വിവാഹം ചെയ്തത് എങ്ങനെയാണ്, ആ രംഗത്തെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. അതിനുള്ള ശക്തിയും ഭക്തിയും ഭഗവാൻ തന്നെ എന്നും തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ ഈ അക്ഷര പൂക്കളെ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം.
വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി
പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.